പാലക്കാട് കഞ്ചിക്കോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കഞ്ചിക്കോട്ടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്തായിരുന്നു കരിങ്കൊടി പ്രകടനത്തിലേക്ക് നയിച്ചത്? കരിങ്കൊടി കാണിക്കുന്നതിലേക്ക് നയിച്ചത് എന്താണ്? ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ അത് കണ്ടതാണ്. ഇന്ന് എന്തായിരുന്നു പ്രകോപനം? അനിൽ നമ്പ്യാർ, എസ്എഫ്ഐ പ്രവർത്തകർ ഈ നേരത്തെ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് മറ്റുമൊക്കെ ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പാലക്കാട്ടേക്ക് ഒരു സ്വകാര്യ പരിപാടിയിലേക്ക് എത്തിയപ്പോൾ കഞ്ചിക്കോട് കനാൽ പിരിവിൻ്റെ ഭാഗത്ത് വെച്ച് അദ്ദേഹത്തിന് നേരെ കരിങ്കൊടി കാണിച്ചത്. അഹല്യ ക്യാമ്പസിൽ നടക്കുന്ന സ്വകാര്യ പരിപാടിയിലേക്ക് എത്തിയതായിരുന്നു ഗവർണർ. ഈ സമയത്താണ് ഇത്തരത്തിൽ എസ്എഫ്ഐ പ്രവർത്തകർ ഗവർണറുടെ വാഹനത്തിന് നേരെ ഓടിയെടുക്കുകയും തുടർന്ന് കരിങ്കൊടി കാണിക്കുകയും ചെയ്തത്. ഏതായാലും ഈ കരിങ്കൊടി പ്രതിഷേധം കണ്ടപ്പോഴും അദ്ദേഹത്തിന്റെ വാഹനത്തിൽ നിന്ന് വളരെ സംയമനത്തോടെ തന്നെ ഈ പ്രതിഷേധക്കാർക്ക് നേരെ കൈവീശി കാണിച്ചുകൊണ്ടാണ് അവിടെ നിന്നും ഈ പരിപാടി സ്ഥലത്തേക്ക് വന്നത് എന്നുള്ളതാണ്. ഏതായാലും ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് നയിച്ചത് ഗവർണർക്കെതിരെയുള്ള ഈ എസ്എഫ്ഐയുടെ നിലപാടിന്റെ ഭാഗമാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ നമുക്കറിയാം സംസ്ഥാന സർക്കാരിനെതിരെ നിരവധി വിഷയങ്ങളാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് ഈ CMRMലുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഈ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടും അതിലേക്ക് വന്ന ഫണ്ടുമായി ബന്ധപ്പെട്ടും അത്തരം കാര്യങ്ങളിലൊക്കെ ഉള്ള വിവാദങ്ങൾ ഒരു വശത്ത് പുകഞ്ഞു നിൽക്കുന്നു. മറ്റൊരു വശത്താണെങ്കിൽ ഈ വന്യജീവി ആക്രമണത്തിൽ ജീവൻ തന്നെ പൊലിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒപ്പം വയനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ, പാലക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ വന്യജീവി ശല്യം വലിയ രീതിയിൽ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം പൊതുവെ നിലനിൽക്കുന്നുണ്ട്. ഈ തരത്തിൽ വിവിധങ്ങളായി സംസ്ഥാന സർക്കാരിനെതിരെ വലിയ ബജറ്റിൽ ഉൾപ്പെടെ യാതൊന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കർഷകർക്കോ മറ്റൊന്നും അനുകൂലമായിട്ടുള്ളൊരു ബജറ്റ് ഉണ്ടായില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ എസ്എഫ്ഐ ഗവർണർക്കെതിരെ ഈ കരിങ്കൊടി കാണിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് മറ്റ് വിഷയങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമത്തിന്റെ ഭാഗമാണ് ഇങ്ങനെ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിച്ചുകൊണ്ട് എസ്എഫ്ഐ നടത്തുന്നത് എന്നുള്ള വിമർശനവും ഉയരുന്നുണ്ട്. തീർച്ചയായും ന്യായമായി സംശയിക്കാം. പാലക്കാട് കഞ്ചിക്കോട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ്എഫ്ഐ പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. പ്രതിഷേധിച്ചവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. കഞ്ചിക്കോട്ടെ സ്വകാര്യ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയപ്പോഴായിരുന്നു പ്രതിഷേധം. അരുൺ ആലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.